സുജാതൻ, നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇനി രണ്ടാം ഘട്ടം വോട്ടെടുപ്പ് വരികയാണ്. 88 സീറ്റ്. ആ 88 സീറ്റിൽ കേരളം മൊത്തം 20 സീറ്റിലേക്കും വോട്ടെടുപ്പ് നടക്കും. കർണാടകയിൽ പകുതി സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലും അതുപോലെ ചെറിയ തോതിലൊക്കെ ഉണ്ട്. ജമ്മുവിൽ വരെ അതെ ഉണ്ട്. പൊതുവേ ഈ കർണാടകത്തിലെയൊക്കെ സ്ഥിതി എങ്ങനെയാണെന്നാണ് തോന്നുന്നത്? BJPക്ക് നില മെച്ചപ്പെടുത്താൻ പറ്റുമോ? കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന 25 സീറ്റല്ലേ കഴിഞ്ഞ തവണ, അത് കുറയോ കൂടുമോ? കർണാടകം BJPക്ക് ഏറ്റവും ശക്തമായ അടിത്തറയുള്ള സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റാണ് കർണാടകം. BJP ഗവൺമെൻറ് അവിടെ തുടർച്ചയായി ഭരിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നും കിട്ടിയില്ല. യെദ്യൂരപ്പ ഗവൺമെൻറ് അവിടെ BJPക്ക് നല്ല അടിത്തറ ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ യെദ്യൂരപ്പ BJPയോടൊപ്പമില്ല. അങ്ങനെയാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേടുന്നത്. 25 സീറ്റിൽ 25 സീറ്റ് കർണാടകത്തിൽ സൗത്ത് ഇന്ത്യയിൽ BJPക്ക് കിട്ടിയപ്പോൾ അത് സൗത്ത് ഇന്ത്യയിലേക്കുള്ള BJPയുടെ ഗംഭീരമായൊരു പ്രവേശനമായിരുന്നു. പക്ഷേ കേരളമോ തമിഴ്നാട്ടിലോ ആ ഒരു വേഗത്തിൽ വരാൻ പറ്റിയില്ല. എങ്കിലും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പരാജയം ഏറ്റുവാങ്ങിയ BJPക്ക് ഇപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അന്ന് കണ്ട ഒരു വർഷത്തിനു മുമ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതിനേക്കാൾ ആവേശകരമായ ഒരു വരവേൽപ്പ് ലഭിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം, ഇതുവരെയും ത്രികോണ മത്സരമായിരുന്നു കർണാടകത്തിൽ. പിന്നെ ദേവഗൗഡയുടെ JDSഉം ജനതാദൾ എസും BJPയും കോൺഗ്രസ് ഉൾപ്പെടുന്ന ന്യൂനപക്ഷ പിന്തുണയും, ഇങ്ങനെ ഒരു ത്രികോണ മത്സരത്തിലായിരുന്നു ഇതുവരെ പല ഘട്ടങ്ങളിലും തിരഞ്ഞെടുപ്പ് നടന്നത്. ഇത്തവണ ശക്തമായ 2 ചേരുകയുള്ളൂ. BJPയോടൊപ്പമാണ് JDS. അതെ, BJP JDS കൂട്ടുകെട്ട് അവിടുത്തെ സാമുദായിക സമവാക്യങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പരസ്പരം മത്സരിച്ചിരുന്ന 2 പ്രധാനപ്പെട്ട സമുദായങ്ങൾ ഒന്നിച്ചു വരുന്ന എന്നുള്ളതാണ്. ലിംഗായത്തും ഒക്കലിംഗയും ഒരുപോലെ രാഷ്ട്രീയമായി കൈകോർക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സവിശേഷത. പകരം ഇതിനെ നേരിടാൻ ന്യൂനപക്ഷ രാഷ്ട്രീയ പ്രീണനമാണ് കോൺഗ്രസ് ഗവൺമെൻറ്റും കോൺഗ്രസും അവിടെ ചെയ്യുന്നത്. മുസ്ലിം വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നു. OBC പിന്നോക്ക സമുദായം ഇവരെയൊക്കെ പ്രീണിപ്പിക്കുവാനുള്ള വെൽഫെയർ മെഷേഴ്സുമായിട്ട് മുന്നോട്ട് പോകും. അവിടെ 20 കൊല്ലം മുമ്പാണ് ഒരു മുസ്ലിം MP ഉണ്ടായത്. അതെ. അല്ല, അവിടുന്ന് ഈ പ്രീണനം ഉണ്ടെങ്കിലുമേ അത് റിയാലിറ്റിയിൽ വരുന്നില്ല, സീറ്റൊന്നും കൊടുക്കുന്നില്ല. ഇല്ല. നേരത്തെ ഒരു റെയിൽവേ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അതെ, ജാഫർ. പിന്നെ ജനതാദളിൻ്റെ കാലത്ത് പിന്നെ ഒരു മന്ത്രി ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് അവിടുത്തെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്ഥിതി. നല്ല മത്സരമാണ്, നേർക്കുനേർ മത്സരമാണ്. 14 സീറ്റിലും ഇന്ന് പ്രചരണം അവസാനിക്കുമ്പോൾ കോൺഗ്രസിനേക്കാൾ ഈ 14 സീറ്റിൽ BJPക്കൊരു ചെറിയ എഡ്ജുണ്ട്. ബാംഗ്ലൂർ സിറ്റി IT പ്രദേശമാണ്. IT ഹബ്ബായ ബാംഗ്ലൂർ സിറ്റിയിൽ 3 പാർലമെൻറ്റ് മണ്ഡലമാണുള്ളത്. അപ്പോൾ അത് 3ഉം നിലവിൽ BJPയുടെ പ്രതിനിധികളാണുള്ളത്. അവർ അതിൽ മത്സരിക്കുന്ന തേജസ്വി സൂര്യ ബാംഗ്ലൂർ സൗത്തിൽ, പിന്നെ മറ്റ് സ്ഥാനാർത്ഥികളും നല്ല പ്രകടനമാണ്. ഒരാൾ ഡോക്ടർ മഞ്ജുനാഥ് ഇപ്പോൾ BJP കുടുംബത്തിലെ ഒരു ദേവഗൗഡയുടെ സണ്ണിലാണ്. അതെ, ദേവഗൗഡയുടെ ജാമാതാവായ മഞ്ജുനാഥ് അവിടെ മത്സരിക്കുന്നത് DK സുരേഷിനോടാണ്. അതെ, അത് നേരിട്ട് BJP സ്ഥാനാർത്ഥിയാക്കിയിരിക്കുകയാണ് ദേവഗൗഡ കുടുംബത്തിൽ നിന്നൊരാൾ. അതെ. DK സുരേഷ് 273 കോടി രൂപ തനിക്ക് ആസ്തി ഉണ്ടെന്ന് പ്രഖ്യാപിച്ച ശിവകുമാറിൻ്റെ സഹോദരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ്. അവിടുത്തെ ഉപമുഖ്യമന്ത്രി ശിവകുമാറിൻ്റെ സഹോദരനാണ്. അത് ബാംഗ്ലൂർ റൂറലാണ്. അപ്പോൾ അത് BJPയുടെ പിന്തുണയും കൂടി ഉള്ളതുകൊണ്ട് മഞ്ജുനാഥിന് വിജയപ്രതീക്ഷയുണ്ട്. പക്ഷേ
പണവും ഗവൺമെൻറ്റിൻ്റെ പിന്തുണയും ഒക്കെ സുരേഷിൻ്റെ ഭാഗത്താണ്. ശക്തമായ മത്സരം നടക്കും. അതെ അതെ. അതുപോലെ മാണ്ഡ്യ സീറ്റിൽ അതെ സുമലതയുടെ സുമലത 51% വോട്ട് വാങ്ങി കഴിഞ്ഞ തവണ BJPക്ക് വേണ്ടി നിലനിർത്തിയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചയാണ്. ഇപ്പോൾ സുമലതയെ സ്നേഹബുദ്ധിയ ഉപദേശിച്ച് മാറ്റി നിർത്തി HD കുമാരസ്വാമിയാണ് അവിടെ BJP പിന്തുണയുള്ള JDS സ്ഥാനാർത്ഥി. കുമാരസ്വാമിയെ എതിർക്കുന്നതാകട്ടെ പിന്നെ കോൺഗ്രസിൻ്റെ ഒരു വെങ്കിട്ടരമണ ഗൗഡ എന്ന സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹമാണ് ഏറ്റവും ധനാഢ്യനായ വെള്ളിയാഴ്ച നടക്കുന്ന വോട്ടെടുപ്പിലെ ഏറ്റവും ധനാഢ്യനായ സ്ഥാനാർത്ഥി അദ്ദേഹം. 680 കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപിതമായ സ്വത്ത്. 5500 കോടി രൂപയുള്ള ഒരു സ്ഥാനാർത്ഥി ഉണ്ട്. ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള കൂട്ടത്തിൽ ഇദ്ദേഹമാണ് ഏറ്റവും വലിയ ധനികൻ. അപ്പോൾ കുമാരസ്വാമിക്ക് തൻ്റെ വിജയത്തിൽ സംശയമൊട്ടുമില്ല. കാരണം ജനതാദളിനൊരു ബേസ് മാണ്ഡ്യയിലുണ്ട്. കൂടാതെ BJPക്ക് 51% വരെ സുമലതയ്ക്ക് വോട്ട് കിട്ടിയ ഒരു പിൻബലവുമുണ്ട്. അപ്പോൾ JDS സഖ്യം അവിടെ നേടാനാണ് സാധ്യത. മണി പവറിനെ പരാജയപ്പെടുത്തി സുമലതയുടെ ഒരു നിഴൽ അവിടെ കാണും. സുമലത പക്ഷേ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആദ്യത്തെ 1-2 ദിവസത്തെ ഒരു എതിർപ്പൊക്കെ ഉണ്ടായിരുന്നു. അത് മാറ്റിയിട്ട് ഓപ്പണായിട്ട് സപ്പോർട്ടീവായ ഒരു സ്റ്റാൻഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അംബരീഷിൻ്റെ മരണവും അതിൻ്റെ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് കർണാടകത്തിലെ രാഷ്ട്രീയ സ്ഥിതിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം സൗത്ത് ഇന്ത്യയിൽ നിന്ന് വളരെ കൂടുതൽ സീറ്റ് പ്രതീക്ഷിക്കുന്നു. പക്ഷേ കർണാടകത്തിൽ നിന്ന് കൈവശമുള്ള സീറ്റ് തന്നെ നിലനിർത്താൻ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രയാസമാണ്. ഇപ്പോൾ നിരീക്ഷകന്മാരുടെ അവിടെ നിയമസഭാ വോട്ടിലുള്ള ആർക്ക് വോട്ട് ചെയ്യുന്നു എന്നുള്ള പോലെ ആയിരിക്കില്ല ലോക്സഭയിൽ, കേരളത്തിലെ പോലെ തന്നെ. അതെ തീർച്ചയായിട്ടും. പക്ഷേ അവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് BJPക്ക് സീറ്റ് കുറയ്ക്കാൻ തീവ്രമായ പരിശ്രമം നടത്തുന്നുണ്ട്. അവിടെ പിന്നെ അതിൽ പ്രധാനം അവിടുത്തെ മതന്യൂനപക്ഷ വോട്ടുകൾ BJPയുടെ ഭാഗത്തുനിന്ന് മാറ്റാനും, കാരണം ഈ ജനതാദൾ വന്നതുകൊണ്ടുള്ള BJPക്ക് കിട്ടുന്ന അധിക ഗുണം ബാലൻസ് ചെയ്യാനാണ്. അതെ, മൈസൂരിലൊക്കെ വലിയ സ്വാധീനമാണ് ദേവഗൌഡ കുടുംബത്തിന്. അതെ തീർച്ചയായിട്ടും. മൈസൂർ, സൗത്ത് കർണാടക, ഖസാൻ ഏരിയയിലാണല്ലോ ദേവഗൌഡയുടെ പ്രധാനപ്പെട്ട വാസസ്ഥലമൊക്കെ അവിടെയാണ്. ഇപ്പോൾ മൈസൂരിൽ മത്സരിക്കുന്നത് യദുവീർ വാടയാർ എന്ന മൈസൂർ മറ്റേ രാജകുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹം M ലക്ഷ്മണ എന്ന ഒരു സാധാരണ കോൺഗ്രസ് നേതാവായിട്ടാണ് മത്സരിക്കുന്നത്. അവിടെ ഈ വാടയാർ ജയിക്കുമെന്നതിനെക്കുറിച്ച് തർക്കമൊന്നുമില്ല. കാരണം അത്രയും അടിസ്ഥാന സപ്പോർട്ട് ബേസ് അവർക്കുണ്ട് അതുണ്ട് മൈസൂരിൽ. അപ്പോൾ BJPക്ക് മൊത്തത്തിൽ ഒരു എഡ്ജുണ്ട്. എങ്കിലും അവരുടെ നിലവിലുള്ള സീറ്റ് 25-26 ആക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഒരു ചോദ്യം. അതായത് ആ ധാർവാഡ് ഹുബ്ബള്ളി ആ കോർപ്പറേഷൻ അംഗം ആ ഹിരേമഠിൻ്റെ മകൾ സ്നേഹ ഫയാസ് ക്യാമ്പസിൽ കുത്തിക്കൊന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ലവ് ജിഹാദാണെന്ന് കോൺഗ്രസ് കാരനായ നേതാവ് തന്നെ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ JP നഡ്ഡ പോയി. അപ്പോൾ ആ ഒരു സംഭവം ശരിക്കും കർണാടകയെ പിടിച്ചൊലച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണനത്തിനിടയിൽ ഏറ്റവും ഒരു വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ ലവ് ജിഹാദ് ആയിരുന്നു എന്ന് കോൺഗ്രസ്സുകാരൻ ആയ ആ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ പിതാവും രംഗത്ത് വന്നു അങ്ങനെ ആരോപിച്ചുകൊണ്ട്. പക്ഷേ ഗവൺമെൻറ് അത് കർഷപ്പ് ചെയ്യാൻ ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. പിന്നെ സിദ്ധാരാമയ്യയുടെ ഈ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി പ്രീണനം അതും വലിയ അളവിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു മത്സരം എന്ന നിലയിൽ നോക്കിയാൽ ഗവൺമെൻറ് അവിടെ ഒരു ഭരണകൂടവും പിന്നെ BJPയും തമ്മിലാണ് അവിടുത്തെ പ്രധാനപ്പെട്ട. ഈ ധാർവാഡ് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷിയുടെ മണ്ഡലമാണ് അദ്ദേഹം മത്സരിക്കുന്ന സ്ഥലം. അവിടെ ഈ മറ്റേ യെഡിയൂരപ്പയുടെ സ്വാധീനമാണോ എന്താണെന്ന് അറിഞ്ഞുകൂടെ ഒരു ലിംഗായത്ത് സ്വാമി കയറി പത്രിക കൊടുത്തിട്ട് പിൻവലിക്കുകയോ മറ്റോ ചെയ്തു മത്സരത്തിൽ നിന്ന്. കോൺഗ്രസിൻ്റെ തന്നെ സമ്മർദ്ദം കൊണ്ടൊക്കെയാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഈ ഒക്കലിക ലിംഗായത്ത് ആ ഇക്വേഷൻസ് ഒക്കെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ്? ഇപ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, BJPയും JDSും കൂടെ ചേർന്നതോടെ ഈ സാമുദായിക മൈത്രി കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. നേരത്തെ പരസ്പരം എതിരിട്ട് നിന്ന സമുദായങ്ങൾ യോജിക്കാനുള്ള ഒരു വഴി തുറന്നു കിട്ടിയെന്ന് ദേവഗൗഡ തന്നെ ഇൻ്റർവ്യൂകളിലൊക്കെ പറയുന്നു. അല്ല, യെഡിയൂരപ്പ സൈലൻ്റാണ്. യെഡിയൂരപ്പ BJP നേതൃത്വവുമായി നിസ്സഹകരിക്കുന്നില്ല, പക്ഷേ സഹകരിക്കുന്നുമില്ല. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പിക്ചറിലില്ല, അവിടുത്തെ തിരഞ്ഞെടുപ്പ് വേദികളിലൊന്നും അദ്ദേഹം വരുന്നില്ല. പക്ഷേ യെദിയൂരപ്പ ഒരു ശക്തിയാണ് അവിടെ. യെദിയൂരപ്പയുടെ ശക്തി സ്രോതസ് ഇലക്ഷനിൽ ഉപയോഗിക്കേണ്ട എന്ന് BJP എന്തുകൊണ്ട് കരുതിയെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഒരു മത്സരം എന്ന നിലയിൽ ഇപ്പോൾ യുവാക്കളുടെ കയ്യിലാണ് അവിടെ. അല്ല, BJPയുടെ അവിടെ സംസ്ഥാന നേതാവ് അദ്ദേഹത്തിൻ്റെ മകൻ വിജയേന്ദ്ര. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. കോൺഗ്രസിൻ്റെ പകുതി സ്ഥാനാർത്ഥികളും കുടുംബാംഗങ്ങളാണ് അവിടെ. 4-1 BJP JDS സഖ്യത്തിൽ ഒരു ക്വാർട്ടർ 4-1 സ്ഥാനാർത്ഥികളും കുടുംബാംഗങ്ങളാണ്. അപ്പോൾ ഈ കുടുംബ രാഷ്ട്രീയം അതിശക്തമായിട്ട് നിലനിൽക്കുന്നു. അപ്പോൾ ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് പരസ്പരം ആരോപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പാപം രണ്ടു കൂട്ടരും ചെയ്തു. യെഡിയൂരപ്പ സൈലന്റ് ആവാനുള്ളൊരു കാര്യം മകൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ. മകന് ജയസാധ്യതയുള്ള ഒരു സീറ്റ് കിട്ടി. അപ്പം അതിൽ അദ്ദേഹത്തിന് പരാതിയില്ല. ഒരുപക്ഷെ പിന്നെ മറ്റൊരു കാര്യം, ഈ ബോംബെ ബാംഗ്ലൂർ ഹൈദരാബാദ് ഈ ഹൈവേ ഇടനാഴി ഈ കർണാടകത്തിൻ്റെ വ്യാവസായിക വളർച്ചയ്ക്ക് വലിയ സഹായമാണ്. അത് സാധ്യമാക്കിയതിൽ മോഡിക്കും BJP ഗവൺമെൻറ്റിനും വലിയൊരു പങ്ക്. അത് കർണാടകത്തിൻ്റെ വളർച്ചയ്ക്ക് ഉപകരിക്കുന്നതിന് പ്രധാന കാരണം കേന്ദ്ര ഗവൺമെൻറ്റാണ് എന്ന ഒരു വികസന സങ്കല്പത്തിൽ കർണാടകത്തിലെ പുരോഗമന ചിന്താഗതിക്കാരെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അത് BJPക്ക് വോട്ട് കാച്ചിങ്ങിന് വലിയ ഉപകാരപ്പെടും. അപ്പോൾ ഇത്തരത്തിൽ ആണ് 14 മണ്ഡലത്തിലെ ഇലക്ഷൻ. ഇപ്പോൾ തീരപ്രദേശമൊക്കെ BJPയുടെ കൂടെയാണ്. അതെ, പരമ്പരാഗതമായി അത് നിയമസഭ. ഈ അവിടെ ഈ മറ്റേ ലവ് ജിഹാദ് സംഭവത്തിൽ വന്നിരിക്കാൻ സാധ്യതയുള്ള ഒരു ധ്രുവീകരണം ഉണ്ടല്ലോ ഹിന്ദു, അത് BJPക്ക് ഗുണകരമാകും. ലവ് ജിഹാദ് സംഭവം ഇലക്ഷൻ കാലത്തെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. അപ്പോൾ അത് അവിടുത്തെ ഭരണകക്ഷിയുടെ, അതായത് കോൺഗ്രസിൻ്റെ ന്യൂനപക്ഷ പ്രീണനത്തിനെതിരായിട്ട് ഒരു ഏകീകരണം എതിർത്ത്. അവിടെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസ് സർക്കാർ വന്ന ശേഷവും അവരുടെ മറ്റേ ക്ഷേത്രങ്ങളുടെ സ്വത്തിൽ അവരൊരു പിടിമുറുക്കിയിട്ടുണ്ടല്ലോ. 1 കോടി അവിടെ ഒരു ബില്ല് അവതരിപ്പിച്ചിരുന്നു നിയമസഭയിൽ. 1 കോടി രൂപ വാർഷിക വരുമാനമുള്ള ക്ഷേത്രങ്ങൾ നികുതി 10% നികുതി കൊടുക്കണം. 50 ലക്ഷമാണെങ്കിൽ 5% നികുതി എന്ന് പറഞ്ഞിട്ട്, എന്നിട്ടൊരു കോമൺ പൂൾ ഫണ്ട് ഉണ്ടാക്കിയിട്ട് ആ കോമൺ പൂൾ ഫണ്ട് ഈ സ്കോളർഷിപ്പുകളൊക്കെ ആയിട്ടാണ്. അത് മതന്യൂനപക്ഷങ്ങൾക്കൊക്കെ കിട്ടും, അത് ഹിന്ദുക്കൾക്കല്ല. ആ കോമൺ ക്ഷേത്രങ്ങളെ പറ്റിച്ച് ഉണ്ടാക്കുന്ന പൈസ ആ കോമൺ പൂൾ ഫണ്ട് കൈകാര്യം ചെയ്യുന്ന മാനേജിങ് കമ്മിറ്റിയിൽ മറ്റു മതക്കാരും ഒക്കെ ഉണ്ട്. പിന്നെ ബജറ്റിൽ മംഗലാപുരത്ത് ഹജ്ജ് ഹൗസ് പണിയുന്നു. 356 കോടി രൂപയുടെ തുക വിലയിരുത്തിയിട്ടുണ്ട് ഈ ന്യൂനപക്ഷ ക്ഷേമത്തിന്. ഇത് ഇപ്പുറത്ത് ഹിന്ദു ഏകീകരണത്തിന് വഴിയൊരുക്കും ഈ 2 പോയിൻറ്റും. അത് മാത്രമല്ല, ക്ഷേത്രത്തിൻ്റെ സ്വത്ത് കൈവശപ്പെടുത്താനുള്ള ബില്ലും നീക്കവും അവർ തൽക്കാലം ഈ ഇലക്ഷൻ കാലമായപ്പോൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എങ്കിലും ആ ഭീഷണി അവിടെ നിലനിൽക്കുന്നു. അത് അവിടുത്തെ വിശ്വാസ സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഭക്തർക്ക് നേരിട്ട് അറിയാവുന്നതാണ്. അത് ഉടുപ്പി സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെടും. അതുകൊണ്ട് മംഗലാപുരം സീറ്റ് നഷ്ടപ്പെടും. അപ്പം ആ കോസ്റ്റൽ ബെൽറ്റിൽ BJPക്ക് ഗുണം ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, ഈ ക്ഷേത്ര സ്വത്തിൽ ഗവൺമെൻറ്റിൻ്റെ കൈകടത്തൽ. അതപ്പോൾ ഇപ്പോൾ കേരളത്തിലുമൊക്കെ ആ കാര്യം ചെറിയ തരത്തിൽ ഭീഷണിയാണ്. പൂരം എന്ന് കലക്കിയ സംഭവം. അപ്പോൾ ഈ തരത്തിൽ പ്രീണന രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ദേശീയ രാഷ്ട്രീയ പോരാട്ടമാണ് BJP അവിടെ നടത്തിയിരിക്കുന്നത്. അത് ഈ 14 സീറ്റിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് മറ്റന്നാൾ വിധി എഴുതപ്പെടും. അതെ, ഈ ശോഭ കരന്തലാജയുടെ ഒക്കെ എങ്ങനെയാണ്?
അവർ സെക്കൻഡ് ഫേസാണ്. രണ്ടാം ഘട്ടത്തിലാണ്. പക്ഷേ അത്യാവശ്യം വിവാദമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തവണ. അതെ അതെ. അപ്പോൾ ഈ 14 സീറ്റിൽ BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ, ഈ 14 സീറ്റ് BJPക്ക് അനുകൂലമാണ്. പക്ഷേ 25 സീറ്റിൽ ഒരു നിരീക്ഷകൻ്റെ അഭിപ്രായ പ്രകാരം അതിലൊരു 7-8 സീറ്റ് കുറവ് വരാം എന്നാണ്. അപ്പോൾ ഒരു 17-18 സീറ്റിൽ BJP ഈ തവണ തൃപ്തിപ്പെടേണ്ടി വരും. പക്ഷേ സഖ്യം നിലനിൽക്കുന്നതുകൊണ്ട് പ്രവചന സാധ്യവുമല്ല. 2 ഘട്ടങ്ങളിലായതുകൊണ്ട് ഈ 14-ൽ കൂടുതൽ BJPക്ക് എഡ്ജുള്ളതാണ്. വരാൻ പോകുന്ന 14-ൻ്റെത് ഇനി കണ്ടറിയണം. പക്ഷേ അവിടെ നടന്നിട്ടുള്ള വലിയ BJPയുടെ പ്രചാരണം, പിന്നെ രാഹുൽ ഉയർത്തിവിട്ടിട്ടുള്ള ഈ കുഴപ്പമില്ല, കോൺഗ്രസിൻ്റെ ദേശീയ നയങ്ങളോ അവിടെ മാനിഫെസ്റ്റോയോ അവിടെ ചർച്ചയാകുന്നില്ല. പിന്നെ രാഹുൽ ഗാന്ധിയുടെ പദയാത്ര അത് അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുതലാക്കി. അത് അതെ, ഈ പദയാത്ര കൊണ്ട് എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം ഉണ്ടായെങ്കിൽ അത് കർണാടക. DK ശിവകുമാർ വലിയ തന്ത്രജ്ഞനാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് വല്ലതും വിലപ്പോവോ? ഇല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ സീറ്റ് പോലും നിലനിർത്താൻ വിഷമമായിരിക്കും. അതാണ് ലേറ്റസ്റ്റ് വാർത്ത. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.